അമേരിക്കയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദുയിസത്തിന് എന്ത് കാര്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന ചില നിരീക്ഷണങ്ങൾ ഈ തരത്തിൽ കൂടി കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ട് മുന്നേറുകയാണ്. കമല ഹാരിസ് ഡെമോക്രാറ്റുകളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം സ്വീകരിച്ചു. ഇനി കടുത്ത പോരാട്ടത്തിൻ്റെ ദിനങ്ങളാകും. ട്രംപും കമലയും ഇനി വാഗ്വാദങ്ങളിൽ ഏർപ്പെടും എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഇവിടെ ചർച്ചയാകുന്ന വിഷയം മറ്റൊന്നാണ്. അമേരിക്കയിലെ ഹിന്ദു വോട്ടർമാർ ആരെ തുണയ്ക്കും എന്നതാണ് സുപ്രധാനമായ ഒരു വിഷയം. കമല ഹാരിസ് നമ്മുടെ ഇന്ത്യൻ വംശജയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. തമിഴ്നാട്ടുകാരിയായ ശ്യാമള ഗോപാലൻ്റെ മകളാണ് കമല ഹാരിസ്. ഹിന്ദുമതം തൻ്റെ ധാർമ്മിക കരുത്ത് വർദ്ധിപ്പിക്കുന്നൊരു ഘടകമാണ് എന്ന് പലപ്പോഴെങ്കിലും പറയാതെ പറഞ്ഞു വച്ചിട്ടുണ്ട് കമല ഹാരിസ്. അതുകൊണ്ട് ഇന്ത്യൻ കുടിയേറ്റക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കും എന്ന് എല്ലാവരും സഗൗരവം ഉറ്റുനോക്കുന്നു. പണ്ട് ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ ഹിന്ദു വോട്ടർമാരെ സ്വാധീനിക്കാൻ പല വഴികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ പരീക്ഷിച്ചു നോക്കിയിരുന്നു. ബ്രിട്ടനിലും ഒരു നിർണായക ശക്തിയായിരുന്നു ഹിന്ദു വോട്ടർമാർ. ഋഷി സുനക് അവിടെ വിജയിച്ചപ്പോൾ അത് ഇന്ത്യക്ക് കൂടി അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് എന്ന് നമ്മൾ നോക്കിക്കണ്ടിരുന്നു. പിന്നീട് ഋഷി പുറത്താവുകയും ചെയ്തു. അപ്പോഴാണ് US-ൽ ഇന്ത്യൻ വംശജയായ മറ്റൊരു വനിത അധികാരത്തിലേക്ക് വരുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നത്. സർവേ ഫലങ്ങളെല്ലാം കമല ഹാരിസിന് അനുകൂലമായാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ലോകമെമ്പാടുമുള്ള പല തെരഞ്ഞെടുപ്പുകളിലും ഹിന്ദു വോട്ടുകൾ ആർക്ക് ലഭിക്കും എന്ന കാര്യം ഇപ്പോൾ ഗൗരവത്തോടെ പല രാജ്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും വളരെ സുപ്രധാനമായ നിലയിലേക്ക് ഹിന്ദു വോട്ടർമാരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ഏതായാലും ഡെമോക്രാറ്റുകൾ ഈ ഹിന്ദു വോട്ടർമാരിൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. കമല എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് ഹിന്ദുക്കളിൽ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കും. താമരയും ലക്ഷ്മീദേവിയുമെല്ലാം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പവിത്രമായ സങ്കല്പങ്ങളാണ്. ഏതായാലും അമേരിക്കയിലെ 4ാമത്തെ വലിയ മതവിഭാഗമാണ് ഹിന്ദുക്കൾ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കുടിയേറ്റക്കാരുടെ എണ്ണം പരിശോധിച്ചാൽ അതിൽ ഹിന്ദുക്കൾക്ക് നിർണായകമായ സ്ഥാനമുണ്ട് എന്നും വ്യക്തമാണ്. ഈ ഏഷ്യൻ അമേരിക്കൻസ് എന്നൊരു വിഭാഗം അവിടെ കരുത്താർജിക്കുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് എന്നും ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഏതാണ്ട് 5.6% വോട്ടുകൾ അമേരിക്കയിൽ ഹിന്ദുക്കളുടെ കയ്യിലാണ് എന്നാണ് ഈ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനേക്കാൾ രസകരമായ ഒരു കാര്യം, ഈ ഹിന്ദു വോട്ടർമാരിൽ ഭൂരിപക്ഷം പേരും അവരുടെ സമ്മതിദാന അവകാശം കൃത്യമായി വിനിയോഗിക്കുന്നവരാണ് എന്നും പഠനം വ്യക്തമാക്കുന്നു. ഏതാണ്ട് 97% ആളുകൾ, അവിടെ വോട്ടവകാശമുള്ള ഹിന്ദുക്കൾ, അവരുടെ സമ്മതിദാന അവകാശം വളരെ കൃത്യമായി വിനിയോഗിക്കുന്നവരാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇനി 2050 ഈ സാഹചര്യം കൂടുതൽ മാറും എന്നാണ് ചിലരൊക്കെ നിരീക്ഷിക്കുന്നത്. ഹൈന്ദവരായ ആളുകളുടെ, ഹിന്ദുമത വിശ്വാസികളുടെ എണ്ണം വലിയ തോതിൽ അമേരിക്കയിൽ വർദ്ധിക്കും എന്നാണ് കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിൽ അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി എന്ന് അവർ പറയും. കഴിഞ്ഞ ജൂണിൽ അമേരിക്കയിൽ US ക്യാപിറ്റോളിൽ ഹിന്ദു അമേരിക്കൻ സമ്മിറ്റ് ഫോർ പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് എന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അത് ഹിന്ദുക്കളായ ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികളെ അറിയിക്കുന്നതിനു വേണ്ടി നടത്തിയ ഒരു നീക്കമായൊക്കെയാണ് കാണുന്നത്. ഇത്തരം ഹിന്ദു കൂട്ടായ്മകൾ അവിടെ വലിയ ശ്രദ്ധയാകർഷിക്കുന്നു എന്നും വ്യക്തമാണ്. ഈ ജനപ്രതിനിധികൾ ഇവരുടെ അഭിപ്രായങ്ങളും അതുപോലെ ആവശ്യങ്ങളുമൊക്കെ കേൾക്കാൻ മനസ്സ് കാണിക്കുന്നു എന്നതും ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. 1991 BJP ഇതിനുവേണ്ടിയൊരു നീക്കം നടത്തിയിരുന്നു. ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP എന്നൊരു കൂട്ടായ്മ രൂപീകരിച്ചത് ആ കാലഘട്ടത്തിലാണ്. നമ്മുടെ LK അദ്വാനി മുൻകൈയെടുത്താണ് ഈ നീക്കം നടത്തിയത്. BJP ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് വെച്ചു പുലർത്തുന്നത് എന്നത്
അവിടുത്തെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടി ഈ ഒരു നീക്കത്തിൻ്റെ പിന്നിൽ ഉദ്ദേശ ലക്ഷ്യമായി ഉണ്ടായിരുന്നു. അതിനുശേഷം 1993 ഗോപാൽ രാജു എന്ന ഒരു ഇന്ത്യൻ വംശജൻ സമാനമായ ചില നീക്കങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ ഇൻഡോ അമേരിക്കൻ സെൻറ്റർ ഫോർ പൊളിറ്റിക്കൽ ആക്ഷൻ അവിടെ കാര്യമായ ചില നീക്കങ്ങളാണ് നടത്തിയത്. പിന്നീട് അവർ ഇസ്രയേലിൽ നിന്നെത്തിയ ആളുകളും അതുപോലെ മറ്റ് ചില വിഭാഗങ്ങളുമായൊക്കെ ഒരു കോക്കസ് രൂപീകരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വെർജീനിയയിൽ ഈ കോക്കസിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പുകളിൽ, സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ കോക്കസിന് നിർണായകമായ ഒരു ശക്തിയാകാൻ കഴിഞ്ഞിരുന്നു എന്നും വ്യക്തമാവുകയാണ്. അപ്പോൾ അമേരിക്കയിലെ ഹിന്ദുക്കൾ ഇത്തവണ കമല ഹാരിസിന് വോട്ട് ചെയ്താൽ അത് ഒരു നേട്ടമാകും എന്ന് കണക്കുകൂട്ടുകയാണ് ഡെമോക്രാറ്റുകൾ. ഏതായാലും ഈ ഗോപാൽ രാജുവിൻ്റെ നീക്കം അവിടുത്തെ കോൺഗ്രസ്മാൻ എന്ന് പറയുന്ന അവിടുത്തെ ജനപ്രതിനിധികളായ ഈ ഫ്രാങ്ക് പെലോനെയും അതുപോലെ ബിൽ മാക്ലോനെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും അത് ഒരു വിശാലമായ കൂട്ടുകെട്ടായി മാറിയിരിക്കുന്നു എന്നുമൊക്കെയാണ് വിവരങ്ങളായി പുറത്തു വരുന്നത്. ഈ ഇന്ത്യൻ കോക്കസിന് ഇപ്പോൾ അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ ഒരു 25% പ്രതിനിധികളെ സ്വാധീനിക്കാൻ കഴിവുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ വെർജീനിയയിൽ, പ്രത്യേകിച്ച് വെർജീനിയയിലെ ഈ ലൗഡൻ കൺട്രിയിൽ ശക്തമായ ഒരു സാന്നിധ്യമായി ഇവർ വരുന്നു എന്നൊക്കെ ആണ് വാർത്തകളും റിപ്പോർട്ടുകളുമായി പുറത്തു വരുന്നത്. മാത്രവുമല്ല, ഇനി വരാനിരിക്കുന്ന ദിനങ്ങളിൽ ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കൂടും എന്ന കാര്യം ശ്രദ്ധിക്കുന്നതോടുകൂടി അമേരിക്കയിലെ ജനപ്രതിനിധികളായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പല ആളുകളും ഇന്ത്യക്കാരുടെ താൽപ്പര്യങ്ങൾ അങ്ങനെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാവുകയാണ്. അവരുടെ രാഷ്ട്രീയവും അവിടെ ചർച്ചയാകുന്നു. ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിൽ കാശ്മീർ നിലപാട് എന്ത് എന്നതിനെ സംബന്ധിച്ച് ഒക്കെ ഉള്ള പ്രതികരണങ്ങൾ ഉണ്ടായി എന്നാണ് പലരിൽ നിന്നും മനസ്സിലാകുന്നത്. സമാനമായി അമേരിക്കൻ തെരഞ്ഞെടുപ്പിലും അവിടുത്തെ രാഷ്ട്ര നേതാക്കൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്ത് തീരുമാനം എടുക്കും എന്നതൊക്കെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ വിഭാഗങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയുമൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നു. ഏതായാലും ഹിന്ദുക്കൾ ഒരു വലിയ വോട്ട് ബാങ്കായി അമേരിക്കയിൽ മാറുന്നു എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മതാടിസ്ഥാനത്തിലുള്ള വോട്ട് ബാങ്കുകൾ ജനാധിപത്യ പ്രക്രിയയിൽ അത്ര ഗുണകരമാണോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ടാകാം. പക്ഷേ എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ ആവശ്യങ്ങൾ പറയാനും അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമൊക്കെ നീക്കം നടത്താൻ അവകാശമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദു താല്പര്യങ്ങൾ പ്രതിഫലിക്കും എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്.